നമോ ദേവ്യൈ മഹാദേവ്യൈ ശിവായൈ സതതം നമഃ. നമഃ പ്രകൃത്यै ഭദ്രായൈ നിയതാഃ പ്രണതാസ്മതാം. അങ്ങനെ പ്രണമിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. അല്ലയോ ദേവിയെ, അവിടുത്തെ മനസ്സടക്കി നമസ്കരിക്കുന്നു. അങ്ങേ മനസ്സടക്കി നമസ്കരിക്കുകയാണ്. അപ്പം ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവില്ല. മനസ്സിൻ്റെ സംഭാവനയാണ് ഞാൻ എന്നുള്ള ബോധം. ആ ഞാൻ എന്നുള്ള ബോധം പോലും അടങ്ങിപ്പോകുകയാണ് ദേവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അങ്ങനെ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുകയും എല്ലാത്തിലൂടെയും ആനന്ദിക്കുകയും എന്നാൽ ഇതിനെല്ലാം ഉപരിയായിട്ടുള്ളതായി തീരുകയും ചെയ്ത ദേവി. പ്രകൃതി സ്വരൂപിണിയാണ് ദേവി. എല്ലാ ഭദ്രതയും ദേവിയിലാണുള്ളത്. അങ്ങനെയുള്ള ദേവിയെ മനസ്സടക്കി ഞങ്ങൾ പ്രണമിക്കുന്നു. ഇത് കഴിഞ്ഞ ഓട്ടൻ അടുത്തതിലേക്ക് കടക്കുകയാണ്. രൗദ്രായൈ നമോ, നിത്യായൈ ഗൗരിയൈ ധാത്രിയൈ നമോ നമഃ, ജ്യോത്സ്നായൈ ചേന്ദുരൂപിണ്യൈ സുഖായൈ സതതം നമഃ. ഈ ദേവിയെ വീണ്ടും വർണ്ണിക്കുകയാണ്. എങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ടാണ് മനസ്സടക്കി ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിച്ചത്? രൗദ്രയായിരിക്കുന്ന ദേവി, രുദ്രനെ പോലെ ഉഗ്രമായ രൂപത്തോടു കൂടിയവൾക്കായിക്കൊണ്ട് നമസ്കാരം. രുദ്രനെ പോലെ, രുദ്രൻ ശബ്ദമുണ്ടാക്കുന്നവനാണ്. രുദ്രൻ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്നാണ് രുദ്രൻ ഉണ്ടായത്. കാരണം ഇന്ദ്രൻ്റെ നാഭിപത്മത്തിൽ നിന്ന് ബ്രഹ്മാവുണ്ടായി. ബ്രഹ്മാവിന് സൃഷ്ടിക്കാൻ പറ്റാതെ വന്നു. സൃഷ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ സൃഷ്ടിക്കണമെന്നറിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തര്യാമി പറഞ്ഞതനുസരിച്ച് തപസ്സനുഷ്ഠിക്കുകയും തപസ്സിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നപരിഹാരം കിട്ടുകയും ചെയ്തു. പുരാണ കഥയാണത്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രശ്ന പരിഹാരാർത്ഥം ആ പ്രശ്നത്തെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ അതിൻ്റെ ഉത്തരം താനെ കിട്ടിക്കൊള്ളും. ഏത് പ്രഹേളികയുടെയും ഉത്തരം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ മനസ്സിൽ നിന്ന് ആ ഉത്തരത്തെ കൊണ്ടുവരാൻ തപസ്സാണ് മാർഗം. അങ്ങനെ ബ്രഹ്മാവ് തപസ് ചെയ്തു. അദ്ദേഹത്തിന് ക്ലാരിറ്റി ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ നിന്ന് രുദ്രനെ സൃഷ്ടിക്കുകയും രുദ്രനോട് സൃഷ്ടിപ്രക്രിയ ചെയ്യാൻ പറയുകയും ചെയ്തു. താൻ ഏതുപോലെയാണോ അതുപോലെ മാത്രമേ തനിക്ക് സൃഷ്ടിക്കാൻ സാധിക്കുള്ളൂ. തൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ രുദ്രൻ്റെ സൃഷ്ടി മുഴുവൻ ഏതുപോലെയായി? ഇതേപോലത്തെ ഭീകരരൂപികളായി തീർന്നു. ഇതേപോലത്തെ ഭീകരരൂപികളെ കൊണ്ട് സൃഷ്ടി നിറയുന്നത് കണ്ടപ്പം ബ്രഹ്മാവിന് പോലും പേടിയായി എന്നാണ്. ബ്രഹ്മാവ് വേഗം വിളിച്ചിട്ട് പറഞ്ഞു, മതി, ഇനി ഈ സൃഷ്ടി പരിപാടി ഞാൻ തന്നെ ചെയ്തോളാം, രുദ്രൻ ചെയ്യേണ്ട. രുദ്രൻ ഒരു കാര്യം ചെയ്തോ, ഞാൻ ഉണ്ടാക്കിയതിനെ മുഴുവൻ ഇല്ലാതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് രുദ്രൻ സൃഷ്ടി പോർട്ട്ഫോളിയോ ബ്രഹ്മാവിനെ ഏൽപ്പിച്ച് സംഹാര പോർട്ട്ഫോളിയോയിലേക്ക് മാറുന്നത്. രുദ്രൻ്റെ ജോലി സംഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സംഹരിക്കുന്നത് കോപത്തോടു കൂടി ആയതുകൊണ്ട് അദ്ദേഹം സദാ കോപിഷ്ഠനും കൂടിയാണ്. അതാണ് രൗദ്രായൈ. രുദ്രൻ്റെ കോപശക്തിയായിരിക്കുന്നവൾ ആരോ അവൾ രൗദ്ര. ആ രൗദ്ര അപ്പൊ സംഹരിക്കുന്നത് ദേവിയാണ്. അപ്പോൾ ആരെ എപ്പോൾ എവിടെ സംഹരിച്ചാലും ആ സംഹരിച്ചത് ദേവിയായതുകൊണ്ട് അത് എല്ലാ സംഹാരങ്ങളും ഡിവൈനാണ്. എല്ലാ സംഹാരങ്ങളും ഡിവൈനാണ്. പ്രപഞ്ചത്തിലെ സംഹാരങ്ങൾ ഡിവൈനാണ്, പക്ഷപാതരഹിതവും ആണ്. ഭൂകമ്പമുണ്ടാകുമ്പോൾ, സുനാമികൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുകൾ വീശുമ്പോൾ യാതൊരു ദയാവായ്പും ഇല്ലാതെയാണ് ഈശ്വരൻ നിഗ്രഹിക്കുന്നത്. ആ ദയാവായ്പില്ലാത്തത് നമുക്ക് തോന്നുന്നതാണ് ദയാവായ്പില്ലാന്ന്. ആ സൃഷ്ടമായിട്ടുള്ള ജീവികളെ ഈശ്വരൻ സംഹരിക്കുന്നത് മഹാകൃപയിലൂടെയാണ്. സംഹാരം കൃപയുടെ ഭാഗമാണെന്ന് കേട്ടാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ. കാരണം നമ്മളുടെ വിചാരം സൃഷ്ടി മാത്രമേ കൃപയായിട്ടുള്ളൂ, സംഹാരം കൃപയല്ല എന്നാണ്. മഹാഭാരതത്തിലേക്ക് നമുക്കൊന്ന് പോകാം, അത് കൃപയാണെന്നറിയാൻ. മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദേവലോകത്ത് ആദ്യത്തെ പർവ്വത്തിൽ, മഹാഭാരതത്തിൻ്റെ ആദ്യത്തെ പർവ്വത്തിലാണ് ഈ ഡിസ്കഷൻ. വരാൻ പോകുന്ന മഹാഭാരത യുദ്ധത്തെപ്പറ്റി, കുരുക്ഷേത്ര യുദ്ധത്തെപ്പറ്റി ദേവസദസ്സിലൊരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ചയിൽ ദേവന്മാരെല്ലാം പാണ്ഡവാംശങ്ങളായിട്ടും അസുരന്മാരെല്ലാം കൗരവാംശരായിട്ടും ജനിക്കും എന്നാണ്. അപ്പം അതിൽ ഓരോരുത്തരുടെയും റോള് നേരത്തെ നിശ്ചയിക്കുകയാണ്. അങ്ങനെ റോളെല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരവരുടേതായിട്ടുള്ള അംശം ഭൂമിയിൽ കൊണ്ടുവരണം. ഇന്ദ്രൻ അർജുനനാകാൻ തീരുമാനിച്ചു, വായു ഭീമനാകാൻ തീരുമാനിച്ചു, അശ്വിനി ദേവന്മാർ നകുല സഹദേവന്മാരാകാൻ തീരുമാനിച്ചു, ധർമ്മരാജൻ
ധർമ്മപുത്രരാകാൻ തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തു. എല്ലാവരും അത് ചെയ്യാമെന്ന് പറഞ്ഞു. ചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ചന്ദ്രൻ്റെ മകനെ വിടണമെന്ന് പറഞ്ഞു. ചന്ദ്രന് വിഷമായി. മകനെ പിരിഞ്ഞിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ രണ്ട് പിതാക്കന്മാരുടെ കഥ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലുണ്ട്. ഒന്ന് ദശരഥൻ, വിശ്വാമിത്രൻ വന്ന് വിളിക്കുന്ന സമയത്ത് മകനെ വിട്ടുകൊടുക്കാൻ മടിയായിരുന്നു അച്ഛന്. അതേപോലെ തന്നെയാണ് ചന്ദ്രനും, വിഷമമായി. പക്ഷേ അവിടെ ഒരു ധാർമ്മിക സങ്കടമുണ്ട്. മകനെ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള മമത ഒരു ഭാഗത്ത്, വിട്ടുകൊടുക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത മറ്റൊരു ഭാഗത്ത്. ഈ ഒരു ഡൈക്കോട്ടമി നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഒരു ഭാഗത്ത് നമ്മുടെ മമതകൾ, ഒരു ഭാഗത്ത് നമ്മുടെ ധർമ്മം. ഇതിൽ ഇന്നത്തെ കാലത്ത് ജയിക്കുന്നത് മുഴുവൻ മമതയാണെന്നുള്ളതാണ് ലോകത്തിൻ്റെ നാശത്തിന് കാരണം. അന്ന് കാലത്ത് ജയിച്ചിരുന്നതെല്ലാം എപ്പോഴും ധർമ്മമായിരുന്നു എന്നുള്ളത് കൊണ്ട് ലോകഗതി സംരക്ഷിക്കപ്പെട്ടു. ശ്രീരാമചന്ദ്രന് ദശരഥ മഹാരാജാവിന് ശ്രീരാമചന്ദ്രനെ വിട്ടുകൊടുക്കാൻ മടിയുണ്ടായപ്പോൾ വസിഷ്ഠനാകുന്ന ഉപദേശകൻ വന്ന് ഉപദേശിച്ചു. കൃത്യമായിട്ടുള്ളത് ഉപദേശിച്ചു. ശരിയായിട്ടുള്ള ഉപദേശകന്മാരുണ്ടായിരുന്ന രാജാക്കന്മാരുടെ നാട്ടിൽ ധർമ്മമുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള ഉപദേശകന്മാരില്ലാത്തവരുടെ നാട്ടിൽ ധർമ്മമുണ്ടാവില്ല. വിശ്വാമിത്രനെ പറഞ്ഞു വിട്ടു. വിശ്വാമിത്രന്റെ കൂടെ ശ്രീരാമചന്ദ്രനെ പറഞ്ഞു വിട്ടു. ധർമ്മത്തിന് വേണ്ടിയിട്ട് മമതയെ, സ്വാർത്ഥതയെ ഇല്ലാതാക്കാൻ തയ്യാറായിരുന്ന വ്യക്തികൾ ജീവിച്ചിരുന്ന ഒരു നാട്. അതൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നു. നമ്മളത് ഈ കഥ ഇങ്ങനെ എടുത്തു പറയുന്നത് അത് ഇതുമായിട്ട് നമ്മളൊന്ന് താരതമ്യപ്പെടുത്താനാണ്. അതേപോലെ തന്നെ ചന്ദ്രന് തൻ്റെ പുത്രൻ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. വിട്ടു നിൽക്കാൻ താല്പര്യമില്ല. ചന്ദ്രൻ അത് തുറന്നു പറഞ്ഞു. കള്ളത്തരമൊന്നും പറഞ്ഞില്ല. അവന് സുഖമില്ല എന്നും പറഞ്ഞ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല. പട്ടാളത്തിൽ മക്കളെ ചേർക്കണം എന്ന നിയമമുള്ള പല നാടുകളിലും മക്കളെ പട്ടാളത്തിൽ ചേർക്കാൻ താല്പര്യമില്ലാത്ത രക്ഷിതാക്കൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കും. ഇവൻ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ചന്ദ്രൻ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഒന്നും ഹാജരാക്കിയില്ല. ചന്ദ്രൻ തുറന്നു പറഞ്ഞു, എനിക്ക് എൻ്റെ മകനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ധർമ്മയുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാനും പറ്റില്ല. എൻ്റേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ദ്വന്ദ്വങ്ങൾ അദ്ദേഹത്തിനെ സംഘർഷഭരിതനാക്കി. അവസാനം എല്ലാവരുടെയും ഉപദേശങ്ങൾക്ക് വിധേയനായി അദ്ദേഹത്തിൻ്റെ മകനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. കുറച്ച് കാലത്തേക്കേ വിട്ടിരിക്കുകയുള്ളൂ. അത് സമ്മതിച്ചു. ഇവൻ ഇന്ദ്രൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബന്ധത്തിൽ ജനിക്കണം. അങ്ങനെ ശ്രീകൃഷ്ണ സഹോദരിയായിട്ടുള്ള സുഭദ്രയുടെ ഗർഭത്തിൽ ഇന്ദ്രപുത്രനായിട്ടാണ്, അഭിമന്യുവായിട്ടാണ് ചന്ദ്രപുത്രൻ ജനിക്കുന്നത്. 16 വർഷക്കാലം വിട്ടിരുന്നാൽ മതി എന്നാണ് 16 വർഷക്കാലം എന്ന് പറയുന്നത് ചന്ദ്രൻ ദേവനായതുകൊണ്ട് ഒരു നിമിഷ നേരമേ ഉള്ളൂ. കുറച്ച് നേരമേ വിട്ടു നിൽക്കുന്നുള്ളൂ. ഒന്ന് കുളിക്കാൻ പോകുന്ന സമയം, അത്രേ ഉള്ളൂ. ആ വിട്ടുനിൽക്കൽ ദൈർഘ്യമേറിയതല്ല. ചന്ദ്രൻ അപ്പം ചന്ദ്രൻ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ചന്ദ്രനെ മുഴുവൻ പ്ലാനും പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ദേവന്മാര്. പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമന്യുവായിട്ട് സുഭദ്രാഗർഭത്തിൽ ഇന്ദ്രപുത്രനായി ജനിക്കും, പത്മവ്യൂഹത്തെ ഭേദിക്കും, ഉച്ചവരെ വില്ലാളി വീരന്മാരെ ഒരുപാട് പേരെ നിഗ്രഹിക്കും, അവസാനം ജയദ്രഥന്റെ കൈകൊണ്ട് മരണമടയും. ഇതാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് കുരുക്ഷേത്ര യുദ്ധം. അതുകൊണ്ട് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതായതുകൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവല്ല ആര് ദൂതിന് പോയാലും യുദ്ധം നടക്കും. ഒക്കെ പ്രീ പ്ലാൻഡ് ആണ്. ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. നമ്മുടെ ഏത് പുരാണം വേണേലും എടുത്ത് വായിച്ചു നോക്കിക്കോളൂ, അപ്പം മനസ്സിലാകും. ഈശ്വരൻ എഴുതിയ സ്ക്രിപ്റ്റിനനുസരിച്ച് ഈശ്വരൻ അഭിനയിക്കുന്ന നാടകമാണ് ഈ പ്രപഞ്ചം. ഈശ്വരൻ തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്റർ, ഈശ്വരൻ തന്നെയാണ് ആർട്ടിസ്റ്റും. നമ്മൾ ഈശ്വരനാണ് എന്ന് മനസ്സിലാകാതെ പോകുന്നതാണ് നമ്മുടെ ഡൈലമ. നമുക്ക് രക്ഷപ്പെടാൻ അതിൽ നമ്മുടെ ഈശ്വരീയത തിരിച്ചറിയുക മാത്രമേ ഉള്ളൂ വഴി. അങ്ങനെ യുദ്ധം നടന്നു. പറഞ്ഞതുപോലെ തന്നെ ചന്ദ്രൻ പുത്രനായ അഭിമന്യു മരിച്ചു. അഭിമന്യു മരിച്ചപ്പോൾ ഇന്ദ്രനും സുഭദ്രയ്ക്കും പാണ്ഡവന്മാർക്കും ദുഃഖം, ചന്ദ്രനും രോഹിണിക്കും നക്ഷത്രങ്ങൾക്കും സന്തോഷം. അപ്പോൾ മരണം വാസ്തവത്തിൽ സന്തോഷമോ ദുഃഖപ്രദമോ? ചന്ദ്രനാണോ അർജുനനാണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും മരണം ദുഃഖകരമാകുന്നതും സന്തോഷകരമാകുന്നതും. അപ്പോൾ മൃത്യു പോലും അനുഗ്രഹമാണ്. അപ്പോൾ ഈശ്വരൻ ആണ് കൊല്ലുന്നത്, ഇല്ലാണ്ടാക്കുന്നത്, നശിപ്പിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ എന്ത് ചെയ്താലും അത് അനുഗ്രഹമാണ്. അതുകൊണ്ട് നാശം അനുഗ്രഹമാണ്. നമുക്ക് അത് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം വരും. കാരണം ഈ നശിക്കുന്നത് മോശമാണെന്നാണ് നമ്മുടെ വിചാരം. പക്ഷെ നാശവും ഈശ്വരോന്മുഖം. അതുകൊണ്ടാണ് നാശത്തിന് തന്നെ ഒരു ദേവനെ നമ്മൾ സങ്കല്പിച്ചത്. നാശത്തിന് ഒരു ദേവതയെ നമ്മൾ സങ്കല്പിച്ചു, കലഹത്തിന് ഒരു ദേവതയെ നമ്മൾ സങ്കല്പിച്ചു.
കലഹിപ്പിക്കുന്ന ഒരു ദേവീ ശക്തിയാണ്. ധൂമാവതി എന്നാണ് ആ ശക്തിയുടെ പേര്. ആ ദേവിയുടെ ധ്യാന ശ്ലോകത്തിൽ പറയുന്നത് കലഹപ്രിയ എന്നാണ്. എവിടെയൊക്കെ വഴക്കുണ്ടാക്കുന്നോ അതൊക്കെ ദേവിയുടെ പണിയാണ്. വഴക്കുണ്ടാക്കുന്നത്, അടിപിടി കൂടുന്നത്, നശിക്കുന്നതൊക്കെ ഈശ്വരാനുഗ്രഹം. ഇത് നമ്മൾ ആരും മരിക്കാതെ അങ്ങോട്ടിരുന്നു എന്ന് വിചാരിച്ചു നോക്കിയാൽ എന്തായിരിക്കും ഈ ലോകത്തെ സ്ഥിതി? പണ്ട് കുഞ്ചൻ നമ്പ്യാർ അങ്ങനത്തെ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്. യമൻ പണി മുടക്കി. ആ സമയത്തുണ്ടായിരുന്ന ആൾക്കാരുടെ ഗതി സരസമായിട്ട് കുഞ്ചൻ നമ്പ്യാർ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിക്കാതെ ഇരുന്ന ആ പുലിവാലാണ്. അപ്പം മരണം ഒരു അനുഗ്രഹമാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണത്. അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം പക്ഷപാതരഹിതമായിട്ടാണ്, മെഴ്സിലെസ് ആയിട്ടാണ് ഈശ്വരൻ നിഗ്രഹിക്കുക. സുനാമിയിലൂടെയും ഭൂകമ്പത്തിലൂടെയും മറ്റ് പ്രകൃതി ദുരിതങ്ങളിലൂടെയും ഈശ്വരൻ ജീവജാലങ്ങളെ ഒടുക്കുമ്പോൾ ഏതുപോലെയാണോ സൃഷ്ടിച്ചത് അതേപോലെ തന്നെയാണ് ഒടുക്കുക. അതിൽ ഈശ്വരന് യാതൊരു പക്ഷഭേദവുമില്ല. ഈശ്വര വിശ്വാസികളെ മുഴുവൻ രക്ഷിച്ചുകൊണ്ട് നിരീശ്വരവാദികളെ മാത്രം ഈശ്വരൻ ശിക്ഷിക്കില്ല. ഈശ്വരന്റെ കണ്ണിൽ നിരീശ്വരവാദിയും ഈശ്വരവാദിയും തുല്യം. നിരീശ്വരവാദികളോട് സ്പെഷ്യൽ ദേഷ്യമൊന്നും ഭാരതീയ സങ്കല്പത്തിലെ ഈശ്വരനുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അങ്ങനെ നിരീശ്വരവാദികളോട് ഈശ്വരന് വിദ്വേഷമുണ്ടായിരുന്നുവെങ്കിൽ ഈശ്വരൻ ത്രികാലജ്ഞാനിയായതുകൊണ്ട് ഗർഭപാത്രത്തിലിരിക്കുന്ന ഭ്രൂണം വളർന്ന് വലിയ നിരീശ്വരവാദിയായി തനിക്കെതിരെ പ്രസംഗിക്കുമെന്ന് അറിയുന്ന ദൈവം എന്തിനാണ് ആ ഗർഭപാത്രത്തിൽ ആ ശിശുവിനെ സംരക്ഷിക്കുന്നത്? ഈശ്വരൻ ഈശ്വരവിശ്വാസിയും നിരീശ്വരവാദിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. നാമം ജപിക്കുന്നവരെയും നാമം ജപിക്കാത്തവരെയും ഈശ്വരന് വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെന്തിനാ നമ്മൾ നാമം ജപിക്കുന്നത്? നമ്മുടെ സ്വഭാവമാണത്. നാമം ജപിക്കാതിരിക്കാൻ നാമം ജപിക്കുന്നവർക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നാമം ജപിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും. പക്ഷേ ആ വിഷമം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് അബദ്ധ ജടിലമായിട്ടുള്ള സങ്കല്പങ്ങളുമായിട്ടിരിക്കും. ഞാൻ ഈശ്വരനെ 2 നേരം പ്രാർത്ഥിക്കുന്നു, ഞാൻ മഹാശ്രേഷ്ഠൻ, അവൻ ഈശ്വരനെ നോക്കുന്നതേയില്ല, അവൻ കുഴപ്പക്കാരൻ. അങ്ങനെയില്ല. ശർക്കരയുടെ ഏത് ഭാഗം എടുത്താലും ഒരേപോലെ മധുരിക്കും. സർവം ഖലു ഇദം ബ്രഹ്മ, ഇതെല്ലാം ഈശ്വരനാണ്. ആ ഈശ്വരൻ നിഗ്രഹിക്കുന്നത് യാതൊരു വിധത്തിലും ദയയില്ലാതെയാണ്. മനുഷ്യന് മാത്രമേ ഈ ദയ എന്ന് പറയുന്ന സാധനം ഉള്ളൂ. വേറെ ഒരു മൃഗത്തിനും അതില്ല, ലോകത്തെ ഒരു ജീവജാലത്തിനും അതില്ല, പ്രകൃതിക്കും അതില്ല. അപ്പോൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് മനുഷ്യന്റെ ബലഹീനതയാണ്. കാരുണ്യമാണ് ഉണ്ടാകേണ്ടത്, ദയയല്ല എന്ന് തന്ത്രശാസ്ത്രത്തിൽ ദയ പാടില്ല എന്നാണ്. കാരണം ദയ ഞാൻ നിങ്ങളെക്കാൾ മുകളിലാണെന്നുള്ള ധാരണയിൽ എനിക്കുണ്ടാകുന്ന വികാരമാണ്. കാരുണ്യം നിങ്ങൾ എന്നെ പോലെയാണ് എന്നുള്ള ധാരണയിൽ എനിക്കുണ്ടാകുന്ന വികാരമാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സഹതാപം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മാറിപ്പോയതായി പ്രശ്നം. സഹ ഒരുമിച്ച് തപിക്കുക. നിങ്ങൾ വേദനിക്കുമ്പോൾ നിങ്ങളുടെ വേദന അതേ അളവിൽ ഞാൻ അനുഭവിക്കണം. അപ്പോഴാണ് സഹതാപം ഉണ്ടാവുക. നിങ്ങളുടെ വേദന നിങ്ങൾ അനുഭവിക്കുന്ന അതേ അളവിൽ ഞാൻ അനുഭവിക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? ഞാൻ നിങ്ങളായാലേ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും ആ വേദന അനുഭവിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വിശന്നാൽ ആ വിശപ്പ് എനിക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്നോട് വിശക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശപ്പുണ്ടായപ്പോഴുള്ള അനുഭവം ഞാൻ ഓർത്തിട്ട് ആ ഓർമ്മയാണ് നിങ്ങൾക്ക് ആഹാരം തരാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, നിങ്ങളുടെ വിശപ്പല്ല. എനിക്ക് വിശപ്പൊരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല. കാരണം നിങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങളൊന്നും എനിക്ക് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനായ ഞാനായി നിന്നുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കുകയില്ല. കാരുണ്യം സഹതാപമാണ്, ഒരുമിച്ച് തപിക്കുകയാണ്. ഞാനും നിങ്ങളും ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങളുടെ വേദന നിങ്ങൾ അനുഭവിക്കുന്ന അതേ മാത്രയിൽ ഞാൻ അനുഭവിക്കുന്നു. ആ അനുഭവം എന്നിൽ ഉണർത്തുന്ന പ്രവൃത്തിയാണ് കാരുണ്യം. ദയ നിങ്ങളെക്കാൾ ശ്രേഷ്ഠനാണ് ഞാൻ എന്നുള്ള ധാരണയിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തിയാണ് ദയ. അതിന് തന്ത്രശാസ്ത്രത്തിൽ ദയ പാടില്ല എന്ന് പറയും. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ദയ വളരെ വലിയൊരു വികാരമായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദയയല്ല കാരുണ്യമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. കാരുണ്യമാണ് വേണ്ടത്. ദേവി ആ കാരുണ്യം എന്ന അർത്ഥത്തിൽ ദയ പ്രയോഗിക്കുകയാണെങ്കിൽ ശരി, അല്ലാത്ത ദയ ശരിയല്ല. കാരുണ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിലാണ് അത് പ്രയോഗിക്കുന്നതെങ്കിൽ അത് കറക്റ്റാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ആളുടെ മനോധർമ്മം അനുസരിച്ചിരിക്കും.
പക്ഷെ ദയ, മറ്റേ കൈൻഡ്നെസ് എന്നൊക്കെ പറയുന്ന സംഗതി ഈ ഹൈറാർക്കി ഉള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളോട് കൈൻഡായിട്ട് ബിഹേവ് ചെയ്യുകയാണ്, അതെൻ്റെ ഉദാത്തത. മറ്റേതല്ല, നിങ്ങളുടെ വേദന എൻ്റെയും കൂടി വേദനയായതുകൊണ്ട് നിങ്ങളുടെ വേദനയുടെ പ്രതികരണമായിട്ട് എന്നിലുണ്ടാകുന്ന പ്രവൃത്തി, അത് കാരുണ്യം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ദേവി ദയയോടുകൂടിയല്ല കൊല്ലുക, കാരുണ്യത്തോടു കൂടിയിട്ടാണ്. അത് പക്ഷപാതരഹിതമാണ്, അതിൽ യാതൊരു നീക്കുപോക്കും ഇല്ല. ഞാൻ മഹാഷോഡശി എന്ന മഹാമന്ത്രം 1 കോടി ഉരുക്കഴിച്ചു എന്നുള്ളത് കൊണ്ട് ഭൂകമ്പത്തിൽ എന്നെ മാത്രമായിട്ട് ദേവി സിംഗിൾ ഔട്ട് ചെയ്ത് രക്ഷിക്കുകയൊന്നുമില്ല. അഥവാ രക്ഷിച്ചാൽ അതിലും വലിയ ക്രൂരത ഈ ലോകത്ത് വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ലോകത്തുള്ള എല്ലാവരെയും ദേവി നശിപ്പിച്ചു, ഞാൻ മാത്രമായിട്ട് എൻ്റെ മന്ത്രജപത്തിൻ്റെ ഫലമായിട്ട് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഏതായിരിക്കും കൂടുതൽ അഭികാമ്യം? ആലോചിച്ചാൽ മതി അത്. അപ്പം മരണം അനുഗ്രഹമാണ്. നമ്മളത് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കതിൻ്റെ അനുഗ്രഹം തോന്നാത്തത്. അപ്പം രൗദ്ര, കോപിഷ്ഠയാണ് ദേവി, രുദ്രൻ്റെ ശക്തിയാണ് ദേവി, നശിപ്പിക്കുന്നവളാണ് ദേവി. ആ നാശവും ദേവിയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് അനുഗ്രഹം. അനുഗ്രഹമാണ്. മരുന്ന് കഴിക്കുമ്പോൾ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഒരുപാട് ബാക്ടീരിയകളെ നമ്മൾ കൊല്ലുന്നു. ആ കൊല അനുഗ്രഹമാണ്. അവിടെയും മൃത്യു അനുഗ്രഹമാണ്. മൃത്യു എപ്പോഴും അനുഗ്രഹമാണ്. മൃത്യു ഒരിക്കലും മോശമല്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ മൃത്യുവിനും ഒരു ദേവതയെ പറഞ്ഞത്. ഭാരതത്തിൽ എല്ലാ വിചാരങ്ങളും പവിത്രമാണ് എന്ന് കണ്ടതുകൊണ്ട് എല്ലാ വികാരങ്ങൾക്കും അധിഷ്ഠാന ദേവതകളെ പറയും. കാല്യഹം മോശമാണെന്നാണ് അഭിപ്രായം. ഭാരതത്തിൽ അതൊരു ദേവതയാണ്. കലഹപ്രിയയായ ദേവതയെ ആരാധിക്കുന്ന ഒരു പതിവ് ഭാരതത്തിലുണ്ട്. ആ ദേവതയെ സന്തോഷിപ്പിച്ചാൽ കലഹമുണ്ടാവില്ല. ആ ദേവത അസന്തുഷ്ടയാകുമ്പോഴാണ് കലഹമുണ്ടാകുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ആരാധനകളുടെ പോക്ക്. അപ്പോൾ രൗദ്രയായിരിക്കുന്നവൾ, കോപിഷ്ഠയായിരിക്കുന്നവൾ, നിഗ്രഹിക്കുന്നവൾ ദേവിയാണ്. രൗദ്രായി നമോ, അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ എവിടെയൊക്കെ ആരൊക്കെ നിഗ്രഹിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ദേവിയാണ് അവരെ നിഗ്രഹിക്കുന്നത്. ദേവി ആരെ നിഗ്രഹിച്ചാലും അവർക്ക് മുക്തി. അപ്പോൾ രൗദ്രായി നമോ നിത്യയായി. നേരത്തെ നമ്മൾ ഇല്ലാതാക്കുന്നവളെ പറ്റി പറഞ്ഞു. അടുത്ത് പറയുന്നത് നിത്യയായി, എപ്പോഴും നിത്യമായിരിക്കുന്നവൾ ആരോ, നശിക്കാത്തതായിട്ടിരിക്കുന്നതാരോ അവൾ നിത്യ. എല്ലാത്തിൻ്റെയും നിത്യത എന്താണോ അവൾ. ഈ പ്രപഞ്ചത്തിൽ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, നാശമില്ല. പ്രപഞ്ചം ഒരിക്കലും നശിക്കുന്നില്ല, മാറുന്നു മാത്രമേ ഉള്ളൂ. ആ മാറ്റം എന്തിലാണോ അധിഷ്ഠാനമായിട്ട് നിൽക്കുന്നത് അത് നിത്യമായത്. മാറുന്നതിനെയാണ് നമ്മൾ നാശം എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ നാശമില്ല, മാറ്റം മാത്രമേ ഉള്ളൂ. വള മാറി മോതിരമാവുകയല്ലാതെ വള മരിച്ച് മോതിരമായി പുനർജനിക്കാറില്ല. സ്വർണത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ബാഹ്യദൃഷ്ടിയിൽ മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ മാറ്റങ്ങൾ മുഴുവൻ ബാഹ്യദൃഷ്ടിയിലുള്ളതാണ്. സ്വർണത്തിൻ്റെ തലത്തിൽ നിന്ന്, ചിത്തിൻ്റെ സ്ഥലത്തിൽ നിന്ന് നോക്കിയാൽ അത് നിത്യമാണ്. ആ നിത്യമായിട്ടുള്ളത് ദേവി. വളയിലും മാലയിലും മോതിരത്തിലും നിത്യമായിരിക്കുന്നത് സ്വർണം, മാറിക്കൊണ്ടിരിക്കുന്നത് രൂപം. അപ്പോൾ ആ മാറുന്ന രൂപങ്ങൾക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് മാറാത്തതായ സ്വർണം, അത് നിത്യം. ആ നിത്യം ദേവിയാണ്. ദേവിയാണ് നമ്മൾ ഓരോരുത്തരുമായി തീരുന്നത്. നമ്മുടെ ഓരോരുത്തരിലൂടെയും അനുഭവിക്കാനുള്ള അനുഭവം അനുഭവിച്ചു കഴിഞ്ഞാൽ അതില്ലാണ്ടാവും. കടൽ തന്നെയാണ് തിരയായി മാറുന്നത്. ആ തിരയുടെ ഉദ്ദേശം കഴിഞ്ഞാൽ അത് കടലായിത്തീരും. കടലിൽ നിന്ന് വ്യത്യസ്തമല്ല തിര. ഏതുപോലെയാണോ കടലിൻ്റെ ഭാഗമായിരിക്കുന്നത് തിര, അതുപോലെ നിത്യമായതിൻ്റെ ഭാഗമാണ് നമ്മളും. ആ നിത്യമായതിൽ നിന്ന് മാറ്റിയാൽ നമുക്ക് നിലനിൽപ്പില്ല, മാറ്റാൻ പറ്റൂല. അതുപോലെ കടലും കടൽ തിരയും പോലെ കടലാണ് നിത്യമായത്, കടൽ തിര മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിത്യമായത്, ഇറ്റേണലായിട്ടുള്ളത്, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ളത്, ഒരിക്കലും മാറാത്തതായിട്ടുള്ളത്, എല്ലാ മാറ്റങ്ങൾക്കും കാരണഭൂതമായിട്ടുള്ളത് ദേവിയാണ്. നിത്യായി ഗൗരിയൈ ധാത്രിയൈ നമോ നമ. ഗൗരിയൈ, സ്വർണ്ണ നിറത്തിലുള്ളവൾ ആണ് ഗൗരി. ഗൗരിക്ക് സ്വർണ്ണ നിറമാണ്. പണ്ട് പാർവതീദേവിക്ക് നല്ല സ്വർണ്ണ നിറമായിരുന്നു എന്നും ഈ കഥയിൽ ഇപ്പം നമ്മൾ
കേൾക്കാൻ പോകുന്ന കഥയിൽ കൗശികി ദേവി ഉണ്ടായിക്കഴിഞ്ഞപ്പം ദേവി കറുത്തുപോയി എന്നാണ്. ഇപ്പം ശിവനും ചിലപ്പോൾ ഈ പുരാണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ശിവനും ഈ സായിപ്പന്മാരെ കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയം നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം എന്ന് വെച്ചാൽ തിരിച്ച് വന്നപ്പം പാർവതിയെ കളിയാക്കാൻ തുടങ്ങി കാളി എന്ന് വിളിച്ചിട്ട്. അതൊട്ടും ഇഷ്ടമില്ല, കറുത്തവളയെന്നാണ് വിളിച്ചത്. അത് ദേവിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നും ദേവി തപസ് ചെയ്തു എന്നും തപസ്സുകൊണ്ട് ദേവി സ്വർണവർണ്ണയായി തീർന്നു എന്നും ആണ് പുരാണകഥ. അങ്ങനെ സ്വർണവർണ്ണയായി തീർന്ന ദേവി ഗൗരി, ഗൗരി നമ. ആ ഗൗരി ശരിക്കും സ്വർണവർണ്ണം ഹൃദയപത്മത്തിൽ പ്രാണശക്തി എത്തി നിൽക്കുമ്പോഴുള്ള നിറമാണ്. ഈ പ്രാണശക്തി നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ പല വ്യത്യസ്ത തലങ്ങൾ കടക്കുമ്പോൾ പല വ്യത്യസ്ത നിറങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകും. മൂലാധാരസ്ഥയായ ദേവി മൂലാധാരത്തിൽ നിന്ന് പുറപ്പെട്ട് മറ്റ് ആധാരങ്ങളെ ഭേദിച്ച് മുകളിലോട്ട് പോകുമ്പം ഓരോ നിറങ്ങൾ നമുക്ക് ഉണ്ടാവും. അതുകൊണ്ട് താന്ത്രിക ദീക്ഷ നടത്തുന്ന സമയത്ത് ദീക്ഷയ്ക്ക് മുമ്പ് കണ്ണ് കെട്ടും. കണ്ണ് കെട്ടിയിട്ട് ദീക്ഷയുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ നേത്ര ഉന്മീലനം അഴിക്കും. ആ നേത്രോന്മീലനം മാറ്റും. ആ നേത്രപടം മാറ്റുന്നതിന് മുമ്പ് ഗുരുനാഥൻ ശിഷ്യയോടോ ശിഷ്യനോടോ ചോദിക്കും, നിറം എന്താ കാണുന്നത് എന്ന്. ആ നിറം കാണുന്നത് എന്താണ് എന്ന് പറയുമ്പോൾ ഗുരുവിന് ഇയാൾ ഏത് തലത്തിലാണ് തുടങ്ങുമ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാകും. ശിഷ്യൻ ഏത് തലത്തിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് മുകളിലോട്ടുള്ള സാധനാ സമ്പ്രദായങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഓരോ ആധാരങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള നിറം. അതിൽ സ്വർണ്ണ നിറം ഹൃദയപത്മത്തിൻ്റെ നിറമാണ്. ഹൃത്പത്മത്തിലെ പ്രാണശക്തി കുണ്ടലിനി ദേവി ആരൂഢയാകുമ്പോൾ പ്രകടീകൃതമാകുന്ന നിറമാണ് സ്വർണ്ണ നിറം. സ്വർണ്ണ നിറത്തിൽ ശിവനും ഒരു മോൾട്ടൺ ഗോൾഡൻ നിറത്തിൽ ശിവനും ഒരു ധ്യാന ശ്ലോകമുണ്ട്. ശിവൻ പാർവതീ ദേവിയെ മടിയിലിരുത്തിക്കൊണ്ടുള്ള അതിപ്രശസ്തമായിട്ടുള്ള ആ ധ്യാന ശ്ലോകം മൂലേ കൽപ്പദ്രുമസ്യ ദ്രുത കനകനിഭം ചാരുപത്മാസനസ്ഥം. ദ്രുത കനകനിഭം, മോൾട്ടൺ ഗോൾഡിൻ്റെ നിറം, ഒരു റെഡിഷ് ഗോൾഡൻ കളർ. അതാണ് ഗൗരി. ആ നിറം അവിടെയും റെഡിൻ്റെ ടിഞ്ചുണ്ട്, പക്ഷേ ഗോൾഡൻ കളർ. പെട്ടെന്ന് പറഞ്ഞാൽ സ്വർണ്ണ നിറം, ചുവപ്പ് കലർന്ന സ്വർണ്ണ നിറം ഗൗരി. ഗൗരി എന്നുള്ള വാക്കിന് ഇത് മാത്രമല്ല അർത്ഥം, പ്രകാശത്തിൻ്റെ കൂട്ടം എന്നും അർത്ഥമുണ്ട്. രാവിലെ ഭാരതീയ സംസ്കാരാധിഷ്ഠിതമായി ജീവിച്ചിരുന്നവർ ചൊല്ലിയിരുന്ന ഒരു ശ്ലോകമുണ്ട്. കരാഗ്രേ വസതേ ദേവി, കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ തു ഗോവിന്ദ എന്നും കരമൂലേ തു ഗൗരി എന്നും പാഠഭേദമുണ്ട്. ഗോവിന്ദ എന്നും ഗൗരി എന്നും പാഠഭേദമുണ്ട്. അതിൽ ഗൗരി ഈ ദേവിയാണ്. ആ പ്രകാശത്തിൻ്റെ കൂട്ടം, കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമായ കൈയുടെ അറ്റത്ത് തുമ്പത്ത് ലക്ഷ്മി ദേവി സന്നിഹിതയാകട്ടെ. ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വൃത്തിയുള്ളതായിരിക്കട്ടെ എന്നർത്ഥം. കാരണം ലക്ഷ്മി വൃത്തിയില്ലാത്തടത്തിരിക്കില്ല. വൃത്തിയുള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ഇരിക്കുകയുള്ളൂ. വൃത്തിയില്ലാത്തടത്ത് ജ്യേഷ്ഠാ ഭഗവതിയാണ് ഇരിക്കുക. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കർക്കിടക മാസത്തിൽ അഴുക്കും ചപ്പും ചവറും ഒക്കെ വാരി ശ്രീപോതി അകത്ത് ചേട്ടാ ഭഗവതി പുറത്തെന്ന് പറഞ്ഞ് പുറത്ത് കൊണ്ടുപോയി കത്തിക്കും. എന്നിട്ട് പുണ്യാഹമൊക്കെ തളിച്ച് വെള്ളം തളിച്ച് അകത്തോട്ട് കയറി പോകുന്നത്. ആ വൃത്തിയുള്ളിടത്ത് മാത്രമേ ലക്ഷ്മി ഇരിക്കുകയുള്ളൂ. കൈയുടെ അറ്റത്ത് ലക്ഷ്മി ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വൃത്തിയുള്ളതായിരിക്കണം എന്നർത്ഥം. എത്ര ഉദാത്തമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 4 വരിയുള്ള ശ്ലോകത്തിലെ ഒരു വരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ആ ജീവിതം ശുദ്ധവും ധന്യവുമായിരിക്കും. ഭാരതീയ സംസ്കാരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗം കടിച്ചെടുത്താൽ നമ്മൾ ധന്യമായി. ഏതെങ്കിലും ഒരു കോണിലെ ഒരു ഭാഗം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കിയാൽ നമ്മൾ ധന്യരായി. കൈകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വൃത്തിയുള്ളതായിരിക്കട്ടെ. വൃത്തിയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ കട്ടിലേ പോയി കിടക്കുമ്പം സ്ലീപ്പിംഗ് പിൽസ് വേണ്ട, കിടന്ന ഉടനെ ഉറങ്ങും. കാരണം വൃത്തികേടായിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല. എന്നെ ഹോണ്ട് ചെയ്യുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കോൺഷ്യൻസ്, മനസാക്ഷി വളരെ ശുദ്ധമാണ്. എൻ്റെ കൈകൾ വൃത്തിയുള്ളതായിരിക്കട്ടെ. ഞാൻ എൻ്റേതാക്കുന്നത് കൈപ്പടയ്ക്കകത്തൊതുങ്ങുമ്പോഴാണ്. കരതലാമലകം പോലെ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൈക്കകത്തിരിക്കുന്ന നെല്ലിക്ക പോലെ. കൈക്കകത്തൊതുങ്ങുന്നത് മുഴുവൻ എൻ്റേതാണ്. എൻ്റേതാണെന്ന് ഞാൻ പറയുന്നതിനെക്കുറിച്ചെല്ലാം എനിക്കറിവുണ്ടാകട്ടെ. പലപ്പോഴും എൻ്റേതാണ് എന്ന് ഞാൻ പറയുന്നത് പലതും എന്താണെന്ന് എനിക്കറിയാൻ വയ്യാത്തതാണ്. നമ്മൾ തമ്മിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം എനിക്ക് ഇത്രയും കാലമായിട്ട് അവനെ മനസ്സിലായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് മനസ്സിലായില്ല എന്നുള്ളത് പോരായ്മ ആയതുകൊണ്ടാണ് നമ്മൾ ആ മറ്റേ വിധത്തിൽ പറയണത്. നമ്മളുടേതായതിനെ എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഗുണത്തെയും ദോഷത്തെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയും എൻ്റേതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നതിനെക്കുറിച്ചെല്ലാം എനിക്ക് ജ്ഞാനമുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം സന്തോഷപൂർണവും സമാധാനപൂർണവുമായിരിക്കും. കാരണം ഇയാളിൽ നിന്ന് ഇന്ന കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അയാളോട് സൗഹൃദത്തിൽ ഏർപ്പെടുമ്പോൾ ആ കുഴപ്പങ്ങളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നേരെ മറിച്ച് ഇന്ന് നമ്മൾ നമ്മളുടേതാക്കുന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയുകയില്ല. ആ നമ്മളുടേതാണ് എന്ന് നമ്മൾ അഭിമാനിക്കുന്നവ നമുക്ക് ദുഃഖഹേതുകങ്ങളാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് മഹർഷിമാർ പറയുകയാണ്, വൃത്തിയുള്ള കർമ്മത്തിലൂടെ നീ നിന്റേതാക്കുന്നതിനെ മുഴുവൻ അറിഞ്ഞതിന് ശേഷം മാത്രമേ നിന്റേതാക്കാൻ പാടുള്ളൂ. അല്ലാതെ കിട്ടിയ പതി കിട്ടാത്ത പതി എല്ലാം പോരട്ടെ എന്ന് പറയരുത്. അപ്പോൾ നിന്റേതായിട്ടുള്ളതിനെക്കുറിച്ച് നിനക്കറിയണം. അത് മാത്രമല്ല, നിന്റെ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളുടെ റൂട്ടിൽ പ്രകാശമുണ്ടാകട്ടെ. ഗൗരി ഉണ്ടാകട്ടെ, ഗോവിന്ദൻ ഉണ്ടാകട്ടെ, രണ്ടും പ്രകാശവാചി ശബ്ദങ്ങളാണ്. അതായത് നിന്റെ കർമ്മം മറ്റുള്ളവർക്ക് സുതാര്യങ്ങളായിരിക്കട്ടെ, നിന്റെ കർമ്മങ്ങൾ കാരണം മറ്റുള്ളവർ വഴിതെറ്റാതിരിക്കട്ടെ, നിന്റെ കർമ്മങ്ങൾ മറ്റുള്ളവരെ നയിക്കുന്നതായിരിക്കട്ടെ എന്നർത്ഥം. ഈ ഒരൊറ്റ ശ്ലോക തലത്തിൽ നമ്മൾ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക. ബാക്കി സംസ്കാരത്തിലുള്ള ഒന്നും നമ്മൾ പഠിക്കുന്നില്ല. ഈ 4 വരികളുള്ള ഈ ഒരു ശ്ലോകം, അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള ഈ ഒരു ശ്ലോകം മാത്രം എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. അതായത് ഒരു ശ്ലോകത്തിന് പോലും പ്രാവർത്തികമാക്കപ്പെടുമ്പോൾ ധന്യമായ ജീവിതം സമ്മാനിക്കാൻ ശക്തിയുണ്ട്. അതാണ് മഹർഷിമാരുടെ സങ്കല്പങ്ങളുടെ ശക്തി. ഈ ഒരൊറ്റ ശ്ലോകം മതി. ഈ ഒരു ശ്ലോകം ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്താൽ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഈ മുഴുവൻ ഭാരതവും ഗീതയും ഒന്നും വായിക്കണ്ട, ഒറ്റ ശ്ലോകം. അപ്പോൾ ഗൗരി പ്രകാശത്തിൻ്റെ കൂട്ടം. ആ പ്രകാശത്തിൻ്റെ കൂട്ടം, പ്രകാശത്തിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. തിരിച്ചറിവ് വിവേകത്തെ സമ്മാനിക്കും. അപ്പോൾ വിവേകമുണ്ടാകുന്നത് ഗൗരിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ബുദ്ധി വേണ്ട വിധത്തിൽ പ്രകാശിക്കുമ്പോൾ ഗൗരിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ വിവേകം ഉണ്ടാകുന്നു. ആ വിവേകമുണ്ടാകുന്നതിൻ്റെ അധിഷ്ഠാത്രിയായിരിക്കുന്ന അലയോ ദേവി, അവിടുത്തേക്ക് നമസ്കാരം. ഗൗരിയെ ധാത്രി ഭൂമി ധരിക്കുന്നു നമ്മളെ എന്നുള്ളതുകൊണ്ട് ഈ ധാത്രി അമ്മയാണ്, ഉപമാതാവ് എന്നാണ് ധാത്രി പദത്തിനർത്ഥം. എന്നെ ധരിക്കുന്നത് എൻ്റെ അമ്മയാണ് എന്ന സങ്കല്പം. ആ അമ്മയാകുന്ന ദേവിക്ക് നമസ്കാരം. ഈ കൈ നോക്കിയതിന് ശേഷം പിന്നെ ഭൂവന്ദനമുണ്ട് ഭാരതത്തിൽ. സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. അല്ലയോ വിഷ്ണുപത്നിയായ അമ്മേ, അവിടുത്തെ സ്പർശിക്കാതെ അവിടുത്തെ ചവിട്ടാതെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് എൻ്റെ ചവിട്ടുകളെ അല്ലയോ അമ്മേ ക്ഷമിക്കണേ എന്ന മനോഭാവത്തോടു കൂടി ഭൂമിയിൽ ജീവിതത്തിന് വേണ്ടി സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഈ ഭൂമിയെ നശിപ്പിക്കാൻ സാധിക്കുമോ? എൻവയറമെന്റൽ സയൻസ്, ഇക്കോളജിക്കൽ സയൻസ് ഒന്നും ആവശ്യമില്ല. ഈ ശ്ലോകം പോയപ്പോഴാണ് ഇതൊക്കെ കയറി വന്നത്. കാരണം ഇതെൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ കർക്കിച്ച് തുപ്പില്ല. എൻ്റെ അമ്മയുടെ രോമകൂപാദികൾ ഞാൻ പിടിച്ച് വെറുതെ വലിക്കില്ല. എൻ്റെ അമ്മയുടെ ശരീരത്തിൽ എനിക്കിഷ്ടമല്ലാത്തതെല്ലാം ഞാൻ വെട്ടി നശിപ്പിക്കില്ല. എൻ്റെ അമ്മയുടെ ശരീരത്തിൽ ടാറും വാക്സും ഒക്കെ പുരട്ടി എൻ്റെ അമ്മയുടെ ത്വക്കിനെ ഞാൻ ശ്വാസം മുട്ടിക്കില്ല. ഈ പ്രപഞ്ചത്തെ എൻ്റെ അമ്മയായിട്ട് ഞാൻ കാണുമ്പോൾ, നമ്മൾ കാണുമ്പോൾ, ലോകത്തുള്ളവരെല്ലാം കാണുമ്പോൾ പ്രകൃതി സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. പ്രകൃതി സംരക്ഷണത്തിന് പ്രത്യേക വകുപ്പൊന്നും ആവശ്യമില്ല. ധാത്രിയെ നമ. ഒരു മനോഹരമായ ഒരു പ്രാർത്ഥനയും ഈ ഭൂമിദേവിയുടെ പേരിലുണ്ട്. ഭൂമൗ സ്ഖലിത പാദാനാം ഭൂമിരേവാവലംബനം ത്വയി ജാതാപരാധാനാം ത്വമേവ ശരണം ശിവേ. ഏതുപോലെയാണോ ഭൂമിയിൽ വഴുക്കി വീഴുമ്പോൾ ഭൂമി തന്നെ ആലംബമായിട്ടുള്ളത്, ഭൂമിയിൽ വഴുക്കിയിട്ടാണ് വീഴുന്നത്, അവിടെ ആലംബം വഴുക്കി വീഴ്ത്തിയ അതേ ഭൂമിയാണ്. ത്വയി ജാതാപരാധാനാം ത്വമേവ ശരണം ശിവേ. അമ്മേ, അവിടുന്ന് അറിയാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടുന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത അപരാധങ്ങളെല്ലാം അവിടുത്തേക്കല്ലാതെ വേറെ ആർക്കും ക്ഷമിക്കാൻ സാധിക്കില്ല. എത്ര മനോഹരമായ പ്രാർത്ഥന!
ഭൂമി ശബ്ദം നമ്മളിൽ ഉണർത്തുന്ന അറിവുകളാണ്, ചിന്തകളാണ്, വികാരങ്ങളാണ് ഈ പ്രാർത്ഥനയായിട്ട് മാറുന്നത്. ഏതുപോലെയാണോ ഭൂമിയെ ചവിട്ടി നടക്കുന്ന നമ്മൾ തെന്നി താഴെ വീഴുമ്പോൾ ഭൂമി നമുക്ക് ധാത്രിയായിരിക്കുന്നത്, താങ്ങായിരിക്കുന്നത്, അതുപോലെ ദേവി അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അത് ദേവി അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളും ദേവി അറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടല്ലയോ അമ്മേ, അവിടുന്ന് അറിഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം അവിടുന്നല്ലാതെ വേറെ ആരാണ് പൊറുക്കാൻ? ധാത്രി എന്നുള്ള ശബ്ദം ഭൂമിയാണ്. ഈ ഭൂമിക്ക് എപ്പോൾ പ്രശ്നം ഉണ്ടായാലും ഭൂമി ഗോമാതാവിൻ്റെ രൂപത്തിൽ സ്വർഗത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഗോമാതാവ്, ഗോ എന്നുള്ള ശബ്ദവും ഭൂമിയാണ്. അപ്പോൾ ഗോപരിപാലനം എന്ന് പറഞ്ഞാൽ ഭൂമി സംരക്ഷണം എന്നാണ് അർത്ഥം. ഭൂമിയെ സംരക്ഷിക്കുകയാണ് ഗോ സംരക്ഷണം. പശുവിനെ മാത്രം സംരക്ഷിക്കലല്ല, പാല് കറക്കാൻ തരുന്ന പശുവിനെ സംരക്ഷിക്കുകയും പാല് കറക്കുന്ന ആടിനെ കൊല്ലുകയും ചെയ്യുന്ന സംസ്കാരം അഭാരതീയമാണ്. കാരണം ഇതെല്ലാ മൃഗങ്ങളും തുല്യമാണ് ഈശ്വരന്. പശു എന്നുള്ള വാക്കിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പശു അല്ല സംസ്കൃതത്തിലെ പശു. സംസ്കൃതത്തിലെ ജീവജാലങ്ങൾക്ക് വിളിക്കുന്ന പേരാണ് പശു. അപ്പോൾ ഗോസംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുക. പശുവിനെ മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവനെയും സംരക്ഷിക്കുക. ആവശ്യമില്ലാതെ കൊല്ലാതിരിക്കുക. ആവശ്യത്തിന് കൊല്ലാം. അവിഹിത ഹിംസ മാത്രമേ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. തന്ത്രശാസ്ത്രത്തിൽ പരശുരാമകൽപ്പസൂത്രത്തിൽ പല കാര്യങ്ങളും പാടില്ല എന്ന് പറയുന്നുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ, ആസ്തേയ, അഹിത ഹിംസ, ലോകവിദ്വിഷ്ട വർജനം. ഇത്രയും കാര്യങ്ങൾ പാടില്ല എന്നാണ്. അതായത് ചെയ്യാൻ പാടില്ല. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ആസ്തേയം. സ്വർണം കക്കാൻ പാടില്ല. സ്വർണം കക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സ്വത്ത് അല്ലെങ്കിൽ ധനം മറ്റുള്ളവർക്കായി നീക്കി വെച്ചിരിക്കുന്നതൊന്നും അടിച്ചു മാറ്റാൻ പാടില്ല. ആസ്തേയം. അവിഹിത ഹിംസ, വിഹിതമല്ലാത്ത ഹിംസ ചെയ്യാൻ പാടില്ല. വിഹിതമായിട്ടുള്ള ഹിംസ ആവാം. അവിഹിതമായിട്ടുള്ള ഹിംസ മാത്രമേ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് അഹിംസയെ പറ്റി പറയുമ്പോൾ തന്നെ വിഹിതമായിട്ടുള്ള ഹിംസയ്ക്ക് സാങ്ഷൻ ഉണ്ടായിരുന്നു ഭാരതത്തിൽ. ആ വിഹിതമായിട്ടുള്ള ഹിംസയ്ക്കും സാങ്ഷൻ ഇല്ലാതെ വന്നത് ബുദ്ധമതത്തിൻ്റെ സ്വാധീനം കൊണ്ടാണ്. ബുദ്ധമതത്തിൻ്റെ മിഷണറി വർക്ക് കൊണ്ട് അശോക മഹാരാജാവ് ബുദ്ധമതത്തിലേക്ക് മാറിയപ്പോഴാണ് ആ അഹിംസ ഉണ്ടായത്. വിഹിത ഹിംസ ഇവിടെ അനുവദനീയമാണ്. നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഹിംസ അനുവദനീയമാണ്. അതുകൊണ്ട് എപ്പോഴൊക്കെ അഹിംസയെപ്പറ്റി പ്രകീർത്തിക്കുന്നുവോ അവിടെയെല്ലാം തന്നെ യാഗത്തിന് ഹിംസിക്കാമെന്നും പറയുന്നുണ്ട്. മഹാഭാരതത്തിൽ ഈ അഹിംസയെപ്പറ്റി പറയുന്ന ഒരു മുഴുവൻ അധ്യായമുണ്ട്. ഭീഷ്മ പിതാമഹൻ അർജുനനോട് അഹിംസാ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ ആ അഹിംസാ മാഹാത്മ്യം പറഞ്ഞു കൊടുക്കുന്നിടത്തെല്ലാം ഒരു വരി പറയുന്നുണ്ട്, യാഗത്തിൻ്റെ ഹിംസ കുഴപ്പമില്ല. അപ്പോൾ ത്യജിക്കാൻ ഒക്കെ ഹിംസയാകാം. അവിഹിത ഹിംസ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം യാഗശാലയിലൊക്കെ പശുവിന് ബലി കൊടുക്കുന്ന സമയത്ത് ആരാച്ചാറ് മൃഗത്തിനെ വെട്ടുന്നത് പോലെ അല്ല ഈ വെട്ടുന്നത്. ആരാച്ചാര് അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരൻ ആടിനെ വെട്ടുന്നത് പോലെ അല്ല യാഗത്തിന് യൂപത്തിൽ കെട്ടിയിട്ടിട്ടുള്ള ബലിമൃഗത്തിനെ ആചാര്യൻ വെട്ടുന്നത്. വ്യത്യാസമുണ്ട്, മനോഭാവത്തിലുള്ള വ്യത്യാസമുണ്ട്. യോഗവാസിഷ്ഠത്തില് വസിഷ്ഠമുനി പറയുന്നു, യത് മനഃകൃതം തത്കൃതം രാമ. എന്താണോ മനസ്സിൽ ചെയ്ത് ഉദ്ദേശമാണ് പ്രധാനം, ഉദ്ദേശത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അവിടെ ഈ ബലിയെ കൊടുക്കുമ്പോൾ, ഇന്നുള്ളവരെ ബലി കൊടുക്കാൻ അധികാരികളാണോ അല്ലയോ എന്നുള്ളതൊക്കെ വേറെ ചോദ്യം. പക്ഷെ ബലി കൊടുക്കുമ്പോൾ സങ്കല്പം ആ പശുവിന് പാശവിമോചനം കൊടുക്കുകയാണ് എന്നാണ്. അതിനൊരു മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് ആ പശുവിനെ തളിക്കുകയും, അതായത് ആടിനെയോ അല്ലെങ്കിൽ മറ്റ് ബലിമൃഗങ്ങളെയോ, പശു എന്നുള്ള വാക്കിന് അനിമൽ എന്നുള്ള അർത്ഥമുള്ളവിടെ തളിക്കുകയും അതിനെ ബലി കൊടുക്കുകയും ചെയ്യും. ബലി കൊടുത്തതിൻ്റെ ഭാഗം കഴിക്കുകയും വേണം. അപ്പോൾ ഈ ബലി കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിച്ചാണ് കൊല്ലുക. ആ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് മുമ്പ് വെട്ടിയായിരുന്നു കൊന്നിരുന്നത്. കൊല്ലുക എന്നുള്ള വാക്ക് തെറ്റാണ്, ബലി കൊടുത്തിരുന്നത്. അങ്ങനെ നവദ്വാരങ്ങളിലും പ്രാണൻ മന്ത്രഭൂതമായിട്ട് അടച്ച് മൃഗത്തിന് മോക്ഷം കൊടുക്കുമ്പോൾ അതിൻ്റെ വൈറ്റാലിറ്റി അതിൻ്റെ ഇടത്തെ തുടയിലോ വലത്തെ തുടയിലോ ഉരുണ്ടു കൂടും. അതിൻ്റെ ജീവനശക്തി, അതാണ് വപ. ആ വപ എടുത്തിട്ട് അതിൻ്റെ വൈറ്റൽ ഓർഗൻസ്, ലിവറ്, കരള്, ഹൃദയം,
തലച്ചോറ് അങ്ങനെ തുടങ്ങിയ പ്രധാന അവയവങ്ങൾ എടുത്തു മാറ്റി വെച്ച് ബാക്കി മുഴുവൻ കുഴിച്ചു മൂടും. ഈ എടുത്തു വെച്ച അവയവങ്ങൾ അന്നവുമായിട്ട് മിക്സ് ചെയ്ത് അവിഷാന്നവുമായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ മാംസോദനം എന്നാണ് വിളിക്കുക. അത് ഹോമിക്കുകയും ചെയ്യും, ഈ പപ്പ കഴിക്കുകയും ചെയ്യും. അതിനൊരു വിധാനമൊക്കെ ഉണ്ട്. അത് അവിഹിത ഹിംസയാണത്. പശ്വാലംബന മീമാംസ എന്ന് പറയുന്ന ഒരു മീമാംസാ ഗ്രന്ഥവും ഭാരതത്തിലുണ്ട്. ഇത് വൈഷ്ണവ സമ്പ്രദായത്തിലില്ല എന്ന് വിചാരിക്കേണ്ട. പഞ്ചകാല ക്രിയാദീപം എന്ന വൈഷ്ണവ ആരാധനാ ശാസ്ത്ര ഗ്രന്ഥത്തിൽ വിഷ്ണുവിന് ബലി കൊടുക്കാനുള്ള വിധാനം പറയുന്നുണ്ട്. അപ്പോൾ ബലി എല്ലാ ദേവതകൾക്കും ഇവിടെ പതിവുണ്ടായിരുന്നു. നമുക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ വിഷമാണ്. അതുകൊണ്ട് നമ്മളാരും ബലി കൊടുക്കാൻ അധികാരികളല്ല. ഉയർന്ന ഡിവൈൻ സോളുകളാണ് ഈ ബലി കൊടുത്തിരുന്നത്. അവർ ബലി കൊടുക്കുമ്പോൾ ആ മൃഗം പാശവിമോചിതർ ആവുകയാണ് പതിവ്. അപ്പം അതുകൊണ്ട് ഗോസംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൂമിയെ മുഴുവൻ സംരക്ഷിക്കുക എന്നർത്ഥം. അതിലെ ചില മൃഗങ്ങളെ സിംഗിൾ ഔട്ട് ചെയ്ത് സംരക്ഷിക്കുക എന്നല്ല അർത്ഥം. എല്ലാ ജീവജാലങ്ങളെയും അവരുടെ രീതിയിൽ വളരാൻ അനുവദിക്കുന്നതാണ് സംരക്ഷണം. അല്ലാതെ പിടിച്ചു കെട്ടിയിട്ട് കുളിപ്പിച്ച് പുല്ല് കൊടുത്ത് വളർത്തുന്നതല്ല സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു ജീവന്റെ നൈസർഗികമായിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമാകാതെ നിൽക്കുന്നതാണ് സംരക്ഷണം. എൻ്റെ വീട്ടിൽ കാട്ടിൽ മേഞ്ഞു നടക്കുന്ന സുഖമായി നടക്കുന്ന പശുവിനെ വീട്ടിൽ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിന് ഞാൻ കൊടുക്കുന്ന പുല്ല് കൊടുത്ത്, എൻ്റെ ഇഷ്ടമാണ് അതിൻ്റെ ഇഷ്ടമായി മാറുന്നത്, പുല്ല് കൊടുത്ത് അതിനെ കറക്കാൻ വേണ്ടി വളർത്തുകയാണ്. എൻ്റെ കിടാവിനെ ഒന്ന് കൊണ്ടുപോയി കാണിക്കും പാല്. അത് സംരക്ഷണമല്ല, അത് ഉപഭോഗമാണ്. അത് സംരക്ഷിക്കല്ല. പശുവിനെ വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ നല്ലതാണ്, പാല് കാശ് കൊടുക്കാതെ കിട്ടും, അത്രേ ഉള്ളൂ. സംരക്ഷണം നൈസർഗികമായിട്ട് പ്രകൃതിയെ വിടുന്നതാണ്. നൈസർഗികമായിട്ട് പ്രകൃതിയെ വിടുന്ന സമയത്ത് ആ പ്രകൃതി സംരക്ഷിക്കപ്പെടും. ഒരു മരമായി വളരുമ്പോൾ അത് സംരക്ഷിക്കപ്പെടുകയും അതിനെ ബോൺസായി ആക്കി മാറ്റുമ്പോൾ അതിനെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സംരക്ഷണം അതിൻ്റെ നൈസർഗിക ശക്തിയാണ്. നിങ്ങൾ എന്നെ സംരക്ഷിക്കുമ്പോൾ, ഞാൻ നിങ്ങളെ സംരക്ഷിക്കുമ്പോൾ, നിങ്ങൾ ആരാണോ ഞാൻ ആരാണോ അങ്ങനെ ആയിരിക്കുവാൻ എന്നെ അനുവദിക്കുന്നു. അതാണ് സംരക്ഷണം. പിടിച്ചുകെട്ടി വീട്ടിൽ കൊണ്ടിട്ടിട്ട് 4 നേരം ആഹാരം തന്ന് എന്നെ കൊണ്ട് അതും ഇതും ചെയ്യിപ്പിക്കുന്നതല്ല സംരക്ഷണം. സംരക്ഷണം സ്വതന്ത്രമായിട്ട് വിടുന്നതാണ്. അപ്പൊ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അവരർഹിക്കുന്ന സ്വാതന്ത്ര്യം കൊടുക്കുകയും ആ സ്വാതന്ത്ര്യത്തിന് അവർക്ക് അവകാശമുണ്ട് എന്ന് പറയുകയും ആ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി യത്നിക്കുകയും ചെയ്യുന്നവൻ ഗോസംരക്ഷകൻ. ധാത്രി എന്നുള്ള വാക്കും ഗൗരി എന്നുള്ള രണ്ടും ഗോ ശബ്ദമാണ്. ഗൗരിക്കും ഗോ ശബ്ദമാണ്. ഗോ ശബ്ദത്തിന് ഗമനം എന്നർത്ഥം, ഗോ ശബ്ദത്തിന് പ്രകാശം എന്ന് മറ്റൊരർത്ഥം. ഇപ്പൊ പ്രകാശത്തിന്റെ ഉറവിടമാണ്, അത് ഗമിക്കുന്നതാണ്, ചരിക്കുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം സംരക്ഷിക്കുക. അതാണ് ഭൂമിയെ മുഴുവൻ നമ്മൾ സംരക്ഷിക്കും. ഭാരതം മാത്രമല്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും ശ്രീലങ്കയും ബർമ്മയും ഈ അമേരിക്കയും യൂറോപ്പും മിഡിൽ ഈസ്റ്റും ഒക്കെ ഭൂമിദേവി തന്നെയാണ്. ഭാരതം മാത്രമല്ല ഭൂമിദേവി. ഈ ലോകം മുഴുവൻ, ലോകത്ത് മുഴുവനും ഒരു നാശവും ഉണ്ടാകരുത്. ഈ ലോകത്തിന്റെ ഒരു ഭാഗത്തെ മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുമ്പം നമ്മൾ സങ്കുചിതരായി തീർന്നു. ഭാരതീയ മഹർഷിമാർക്ക് സങ്കുചിതാവസ്ഥയില്ല. ഞാൻ ഈ വിശാലമായിട്ടുള്ള കരയും കടലും അടങ്ങിയ ഭൂമിയിൽ ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം എൻ്റേതാണ് എന്ന് കൽപ്പിക്കുകയും ആ എൻ്റേതിനായിട്ട് ഞാൻ ജീവിക്കുകയും ചെയ്യുന്നത് സർവ്വസാധാരണം. എൻ്റേതായിട്ട് ഞാൻ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളത് സാമാന്യം, വിശേഷമൊന്നുമില്ല അതിൽ. രാജ്യസ്നേഹം വിശേഷപ്പെട്ട ഒരു വികാരമല്ല എന്നർത്ഥം. എല്ലാ രാജ്യക്കാർക്കും അവരോട് തോന്നുന്ന ഒരു വികാരം മാത്രമേ ഭാരതീയന് ഭാരതത്തോട് തോന്നുന്നുള്ളൂ. അമേരിക്കക്കാരന് അമേരിക്കയോട് തോന്നുന്നതിലും ഉദാത്തമാണ് ഭാരതീയന് ഭാരതത്തോട് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. നാഷണാലിറ്റി കോമൺ ഫീലിംഗ് ആണ്. ഏതൊരാൾക്കാണോ ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും തൻ്റെ ഈശ്വരന്റെ വിഭൂതിയാണെന്ന് മനസ്സിലാകുന്നത്, അയാൾക്ക് മാത്രമേ പാടാൻ സാധിക്കുകയുള്ളൂ. ലോകമേ തറവാടു തനിക്കീ പുഴുക്കളും പുൽകളും കൂടി തൻ കുടുംബക്കാർ. ഈ നാട്ടിലുള്ള, ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നുണ്ടായതായതുകൊണ്ട്, ഞാനും ഈ കാണുന്ന ചെടിയും ഒരേ ഉദരത്തിൽ നിന്ന് പിറന്നതായതുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റെ അമ്മയുടെ മക്കളും ഞങ്ങളെല്ലാം ഒരു കുടുംബവുമായതുകൊണ്ട് മഹർഷീശ്വരന്മാരുറക്കെ പ്രഖ്യാപിച്ചു വസുധൈവ കുടുംബകം. അവരുടെ പ്രഖ്യാപനമാണത്. അത് അവരുടെ അറിവിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന പ്രഖ്യാപനം.
അവർ സധീരം പ്രഖ്യാപിച്ചു. രാഷ്ട്രസ്നേഹത്തെപ്പറ്റി അവർ പ്രസംഗിച്ചില്ല. അവർ ഭൂമിയെ മുഴുവനും ഒന്നായിട്ട് കണ്ടു. ഇതിലെ മനുഷ്യരാശിയെ മുഴുവനും ഒന്നായിട്ട് കണ്ടു. ഈ ഭാരതീയ സങ്കല്പം സെക്യുലർ അല്ല എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ അവർക്ക് ഭാരതീയ സങ്കല്പം മനസ്സിലായിട്ടില്ല എന്നർത്ഥം. വസുധൈവ കുടുംബകം എന്ന് ആഹ്വാനം ചെയ്തു വരും എന്ന് അവർ പ്രഖ്യാപിച്ചു. ഈ വസുധ, എൻ്റെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും പതിതരായിട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ശ്രേഷ്ഠരാക്കണം. അതുകൊണ്ട് മഹർഷിമാർ ആഹ്വാനം ചെയ്തു, കൃണ്വന്തോ വിശ്വമാര്യം. ഈ ലോകത്തെവിടെയെങ്കിലും അനാര്യനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ശ്രേഷ്ഠനല്ലാത്തവനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ശ്രേഷ്ഠനാക്കണം. അങ്ങനെ ഉള്ള ഒരു കൽപ്പനയിൽ തൊട്ടുകൂടായ്മയും തീണ്ടലുകളും ഉണ്ടാകുമോ? അപ്പോൾ അത് പിൽക്കാലത്ത് വന്നതാണ്. മഹർഷിമാരുടെ കൽപ്പനയിൽ ഉരുത്തിരിഞ്ഞ് വന്നതല്ല അത്. അപ്പോൾ ഉച്ചനീചത്വങ്ങളില്ലാത്ത പതിതന്മാരെ പാവനാത്മാക്കളാക്കി മാറ്റുന്ന മഹർഷീശ്വരന്മാര് ജീവിച്ചിരുന്ന നാട്. അവരാഹ്വാനം ചെയ്തു, കൃണ്വന്തോ വിശ്വമാര്യം, ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കി തീർക്കൂ. ആ ശ്രേഷ്ഠമാക്കി തീർക്കുന്നവൻ ശ്രേഷ്ഠനായിരിക്കണം. അത് ഉള്ളൂര് പാടുന്നുണ്ട്, വിളക്കു കൈവശമുള്ളവൻ എന്നും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനു മേന്മേൽ അമൃതമയം. അപ്പോൾ ഉള്ളിൽ ശ്രേഷ്ഠതയുള്ളവന് മാത്രമേ മറ്റുള്ളവരെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ തന്നാൽ ഉയർത്തപ്പെടേണ്ടവർ, താൻ ശ്രേഷ്ഠനായി കഴിഞ്ഞാൽ തന്നാൽ ഉയർത്തപ്പെടേണ്ടവരെല്ലാവരെയും ഉയർത്തണം. പിന്നെ ആശംസിക്കുകയാണ്, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. വസുധൈവ കുടുംബകം എന്ന് പ്രഖ്യാപിച്ചു. കൃണ്വന്തോ വിശ്വമാര്യം എന്ന് ആഹ്വാനം ചെയ്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു എന്ന് ആശംസിച്ചു. ഇതിലും ഉദാത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. സാമാന്യമായിട്ട് നിഷ്പക്ഷമായിട്ട് ചിന്തിച്ചാൽ ഒറ്റ ഉത്തരമേ അതിന് കിട്ടുകയുള്ളൂ, ഇല്ല എന്നുള്ളതാണ്. അത്ര ഉദാത്തമാണിത്. അതിൽ ധാത്രി, ഈ ഭൂമി മുഴുവനും എനിക്ക് എൻ്റെ അമ്മയാണ്. കാരണം ഞാൻ എവിടെ പോയാലും ഭൂമിയെ ചവിട്ടിയാണ് നടക്കുന്നത്. അപ്പം അതെൻ്റെ അമ്മയാണ്. തൊട്ടു വന്ദിക്കാൻ പറയുകയാണ്. തൊട്ടു വന്ദിക്കുന്നതിനെ നശിപ്പിക്കുന്ന പാരമ്പര്യം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിൽ തൊട്ടു വന്ദിക്കുന്നത് നിലനിന്നിടത്തോളം കാലം പരിസ്ഥിതി സംരക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, വേണ്ടിയിരുന്നില്ല. ഇപ്പം അതൊക്കെ വേണം. കാരണം ഭൂമി ഉപഭോഗ വസ്തുവായി മാറിയിരിക്കുന്നു. ഈ ഭൂമി എനിക്ക് താമസിക്കുവാനുള്ള കെട്ടിട സഞ്ചയങ്ങളുടെ കൂമ്പാരങ്ങളാക്കി തീർക്കുവാനുള്ള സ്ഥലമാണെന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് പ്രകൃതി സംരക്ഷണം അനിവാര്യമാണ്. എൻ്റെ അമ്മ എന്ന സങ്കല്പത്തിന് പകരം ക്രയവിക്രയങ്ങളിലൂടെ എൻ്റെ സ്വത്തും സമ്പാദ്യവും വർദ്ധിപ്പിക്കുവാനുള്ള ഉപകരണമായിട്ട് ഞാൻ ഭൂമിയെ കാണുമ്പോൾ അമ്മ എന്നുള്ള വസ്തു ഉപഭോഗമായി തീർന്നു. ഞാൻ എൻ്റെ അമ്മയെ വ്യഭിചരിക്കുന്നു. അമ്മയെ വ്യഭിചരിക്കുന്ന മക്കളുള്ള നാട് നന്നാവില്ല. നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ അമ്മയായ ഭൂമിയെ വ്യഭിചരിക്കുന്നവരാണ്. ആ വ്യഭിചാരം നിർത്തണം. അമ്മ അഭിസാരികയായിട്ട് അറിയപ്പെടുന്നത് മക്കൾക്ക് മോശമാണ്. അതുകൊണ്ട് അമ്മയെ അമ്മയായിട്ട് കാണുകയും ഭൂമിയെ മാനിക്കുകയും ചെയ്യണം. ആ ഭൂമിയെ ചവിട്ടി നടക്കാൻ നമ്മളെ അനുവദിക്കുന്നു എന്നുള്ളത് ഭൂമാതാവിൻ്റെ കൃപ. ധാത്രി, ഉപമാതാവ്. ഗർഭപാത്രത്തിൽ നമ്മളെ ധരിച്ചുകൊണ്ട് ത്രാണനം ചെയ്യുന്നത് നമ്മുടെ പെറ്റമ്മയാണ്. അതുകൊണ്ട് അമ്മയും ധാത്രി. എൻ്റെ അമ്മയായിരിക്കുന്നതും ഈ പ്രപഞ്ചമാതാവായിരിക്കുന്നതും ഒരേ അമ്മയാണ് എന്ന് അർത്ഥം. ധാത്രിയായിരിക്കുന്ന ദേവിക്ക് നമോ നമഃ. ഒരു നമസ്കാരം പറഞ്ഞാൽ പോരാ, നമോ നമഃ. എനിക്ക് എത്ര പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് ഞാൻ രണ്ടിൽ നിർത്തുന്നു. നമോ നമഃ.